ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ഡൽഹൌസിൽ നിന്ന് അംബാലയിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് പത്താൻകോട്ടിൻ്റെ അടുത്തുള്ള മിനി ഗോവ എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലത്തെ വിശേഷങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, അവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹനി അതൊക്കെ ചെയ്തു. അപ്പോൾ അതൊരു ലേക്കിൻ്റെ സൈഡിലുള്ള അതൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് പോലത്തെ ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലേക്കിൻ്റെ സൈഡിൽ അങ്ങനെ അവർ ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ ലേക്കിൻ്റെ ഒരു സൈഡിലാണ് ഞങ്ങൾ ഇന്നലെ പോയത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോകാൻ വേണ്ടി നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ അതിൻ്റെ ലേക്കിൻ്റെ വെള്ളം കുറവുള്ള സമയത്ത് ലേക്കിൻ്റെ അകത്തുകൂടെ തന്നെ വണ്ടി ഓടിച്ച് പോകുമായിരുന്നു. ഇപ്പോൾ വെള്ളം കൂടുതലായ കാരണം നമുക്ക് അത്രയും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വളഞ്ഞ് ചുറ്റി ഒരു 12 കിലോമീറ്റർ കൂടുതൽ വണ്ടി ഓടിച്ചിട്ടാണ് അപ്പുറത്തെ സൈഡിൽ പോകേണ്ടതെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ ആ സൈഡിലും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കുറച്ച് അത് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസാണ്, അത്രയും അഡ്വഞ്ചറസ് അല്ല. അപ്പോൾ എനിക്ക് ആ സൈഡിലും കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ ഇപ്പുറ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നലത്തെ വീഡിയോയിൽ കണ്ട സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അകത്തേക്ക് കുറച്ച് റോഡൊക്കെ മോശമായിരുന്നില്ല, വീതി കുറഞ്ഞ്. ആ റോഡ് തിരിച്ച് വന്ന് നമ്മൾ മെയിൻ റോട്ടിൽ കയറി അവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ചെമ്മരിയാടുകളൊക്കെ കണ്ടു കേട്ടോ. നല്ല എന്താ പറയുക, വെള്ള കളറിലുള്ളതായിരുന്നു തോന്നും, പക്ഷേ അഴുക്കിലൊക്കെ വിട്ട് അങ്ങനെ കളറൊക്കെ ഇത്തിരി മാറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രോമൊക്കെ കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ കാശ്മീർ പോയപ്പോൾ വഴിയിലൊക്കെ നിറയെ ചെമ്മരിയാടുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ പഞ്ചാബിലും ഒക്കെ വഴിയിലൊക്കെ കാശ്മീരിലത്തെ അത്ര ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ വഴിയിലുണ്ട് കുറച്ച് കൂടുതലായിട്ട്. പിന്നെ ആ മെയിൻ റോഡിൽ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അത് 4 കിലോമീറ്റർ മാത്രമേ മെയിൻ റോഡിൽ നല്ല വീതി കൂടി റോഡൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും റൈറ്റ് എടുത്ത് വരുമ്പോൾ നമ്മളിത് ഒരു ഗ്രാമത്തിൻ്റെ അകത്തു കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേ ഗ്രാമത്തിലെ കാഴ്ചകളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ടിട്ട്, പിന്നെ ഈ ഗ്രാമത്തിൽ ഞാൻ പ്രത്യേകത കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ എല്ലാ വീടുകളിലെയും വാട്ടർ ടാങ്ക് ഒരു സ്പെഷ്യൽ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിലതിന് പക്ഷിയുടെ രൂപം, ചിലത് പശുവിൻ്റെ രൂപത്തിൽ, ചിലത് ഫുട്ബോളിൻ്റെ രൂപത്തിൽ, അങ്ങനെ ഓരോ വാട്ടർ ടാങ്ക് ഒരു യുണീക്കായ കൺസ്ട്രക്ഷനാണ്. നമ്മുടെ ഒന്നും പോലെ നോർമൽ സെയിം എല്ലാം ഒരേ ഷേപ്പിലുള്ളതല്ല. ഇവിടെയൊക്കെ നിറയെ ഗോതമ്പ് പാടങ്ങളുണ്ട്. വഴിയിലൊക്കെ കുറേ ഫ്രൂട്ട് ട്രീസ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മാതിരത്തെ കേമ്പിൻ്റെ ട്രീ ഒക്കെ ഉണ്ട്. അത് ATV ഒക്കെ ഇപ്പം തന്നെ നമുക്ക് വഴിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ പോകുന്ന ആ ലൊക്കേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു നാച്ചുറൽ അവയർനെസ് ക്യാമ്പ് ചാർമോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വഴി കാണാം. അപ്പോൾ ചാർമോർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ആക്ച്വൽ പേര്. ഇപ്പോൾ നമുക്ക് ദൂരത്തു നിന്ന് തന്നെ ഈ ലേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടേ. ഇതാണ് രഞ്ജിത് സാഗർ ഡാം. ദ ലേക്ക് ഈസ് ഡീപ് ഡാർക്ക് ഡേഞ്ചറസ്, കീപ്പ് അവേ ഫ്രം ഇറ്റ്. മനസ്സിലായോ? നല്ല ആഴുണ്ട്, ഡേഞ്ചറസ് ആണ്. അത് കാരണം ദൂരെ നിന്നുകൊണ്ട് കാണാനും കളിക്കാനൊക്കെ. വാവ്, സോ ഫൈനലി വി ഹാവ് റീച്ച്ഡ്. അതിലേ പോയിട്ട് അവിടെ വെക്കാൻ ഐ ആം സോ തഗ്ഗായി. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇവിടുന്ന് വല്ലതും കഴിക്കാൻ വാങ്ങിച്ചു തരണം. അതിനാണ് ഐ ആം സോ തഗ്ഗായി പറയുന്നത്. ഐ ആം സോ തഗ്ഗായി എന്ത് ലാംഗ്വേജ് അത്? ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ഐ എം സോ ടയേർഡ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ കടകൾ തന്നെ, കടകൾ ഇഷ്ടംപോലെ കടകൾ ഉണ്ടല്ലേ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് എല്ലാവരും അവിടെ പാർക്ക് ചെയ്തു, നമ്മൾ മാത്രം ഇവിടെ. ആ അങ്കിളുടെ കൂടെ ഒരു നല്ല സുന്ദരം പട്ടിയുണ്ട്. ഇതോ? ഇത് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? എത്ര പേരുന്നു ആക്ച്വലി പാർക്കിംഗ് ഫീസ്? ഹനി, ഇതിന് അമ്പാലത്തെ മേളയില്, അമ്പാലയിൽ മേള തുടങ്ങി. അതെ, ഇത് അതിനകത്ത് ഇതുണ്ടാ ക്യാമ്പ് വാൾഡൻ. ഇതാണ് ആ റോഡ്, ഇവിടുന്ന് അപ്പുറത്തേക്ക്. ചെയ്യിപ്പിക്കുക. ഇതാ ഇതുവഴിയാണ് അങ്ങോട്ട് പോകേണ്ടത്. നമ്മൾ നേരത്തെ വന്നു.
ഇവിടെ കളിക്കുന്ന സാധനങ്ങൾ. അന്യതേ ട്രെയിനിൽ കയറാൻ പോയിട്ടുണ്ട്. ട്രാംപ്ലൈൻ ഉണ്ട്, കാറുണ്ട്, പിന്നെ ബുള്ളുണ്ട്. ട്രെയിൻ ഇപ്പം എത്രയും ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നു. എത്രയാന്ന്? 5-ലിരിക്കാം. ഇരിക്കേ റൈഡൊക്കെ ഉണ്ട്. പിന്നെന്താ, ഈ ബോൾ ഉണ്ട്, ഹോഴ്സ് റൈഡിങ് ഉണ്ട്. ലേക്ക് ഇതാ അവിടെ അപ്പുറത്തെ സൈഡ് നമ്മൾ ആദ്യം പോയ സ്ഥലം. ഇവിടെ കുറേ ഇങ്ങനെ പിക്നിക് സ്പോട്ടൊക്കെ ഉണ്ട്. പിക്നിക് ഏരിയാസൊക്കെ. ഇത് ബോള്, ഇതിനെന്താ പേര് പറയാന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഷൂസൊക്കെ ഊരി ഇതിനകത്ത് കയറുന്നുണ്ട്. ഒറ്റയ്ക്ക് കയറ്റും. അത് ഇത്രയും ഈ കാർപ്പറ്റ് ഇട്ട വഴി വരെ ഉരുട്ടി തിരിച്ചും കൊണ്ടുവരും. ഇനി എത്രയാന്ന്? എത്ര വേണ്ട? ഇങ്ങനെ ഉണ്ടാവൂലേ? ഇത് ഉള്ളതനുസരിച്ച് നമ്മളിങ്ങനെ വീണാലും പ്രശ്നമില്ല. ഒരു പ്രാവശ്യം ചണ്ഡീഗഡിൽ ചെയ്തിട്ടുണ്ടല്ലോ. പോലെ തന്നെ ഒരു പ്രാവശ്യം ജമ്പ് ചെയ്യണ്ട, നടന്നാ മതി. സൂപ്പർ. നേരെ നിക്ക്. അതാ പറഞ്ഞേ. ഇത് ഒരു റൗണ്ടും കൂടി ചെയ്യിപ്പിക്കാമോ? നേരെ നിക്ക്. ഇത് ഒരു റൗണ്ടും കൂടി ചെയ്യിപ്പിക്കാം. അവിടെ നിക്ക്. ഇനി ഞങ്ങള് ഒരു പ്രാവശ്യം കുടിച്ച് ഇപ്പൊ ഇൻട്രസ്റ്റ് ആയി. ഹനി സൂപ്പർ. ഇപ്പളാ ഹനി പഠിച്ചത്. താങ്ക് യു ഭയ്യ. ഇനി ആ മരത്തിന് മുകളിൽ കയറി ഫോട്ടോ കൊടുക്കണം. വേ ടു ബോട്ടിംഗ് പോയിന്റ്. ഇവിടെ കണ്ടില്ലേ, ഇതാ രഞ്ജിത് സിംഗ് റിസർവോയറിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ നേരത്തെ ആദ്യം ഇന്നലത്തെ വീഡിയോയിൽ കണ്ട സ്ഥലത്ത് പോയതിനേക്കാളും ലേക്കിൻ്റെ ഭംഗി കുറച്ചും കൂടി മനസ്സിലാവുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ്. ഞാൻ മരത്തിൻ്റെ അവിടെ വരെ നടക്കണ്ട്. എവിടെ? ബോളില് നല്ല രസം ഉണ്ടായിരുന്നില്ലേ? അതെ. മരത്തിന് മുകളിൽ കയറി. അവിടെയാണോ? ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് നടക്ക്. പൊട്ടും അടിമതി. ബോട്ട് അടക്കം തിരിച്ചു വന്നു. ഇത് കണ്ട, അതിനകത്ത് നിറയെ മീനുണ്ട് തോന്നുട്ടാ. വെള്ളത്തുള്ളി പോലെ കാണുന്നില്ലേ? അല്ല, മീനല്ല, മറ്റേ എഴുത്തച്ഛൻ പ്രാണിയാണ്. അത് ഇവിടെയാണ് ബോട്ടിംഗ് പോയിന്റ്. ആൾക്കാർ ബോട്ടിംഗ് ചെത്ത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട. യെസ്. നോർമൽ മരത്തിൻ്റെ ബോട്ടിന് മോട്ടർ വെച്ചതാ. ബൈക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? 38 കിലോമീറ്റേഴ്സ്. എത്ര സമയം? ഇവിടെ പക്ഷെ ആക്ടിവിറ്റീസിനൊക്കെ പൈസ കുറവുണ്ടല്ലേ? 50 രൂപയ്ക്കേ ഉള്ളൂ. അപ്പുറത്തായാലും നടക്കാം. നോക്ക്,
നല്ല പിള്ളേർ ജീപ്പ് നമുക്ക് വീട്ടിലില്ലേ? നമുക്ക് സ്വന്തമായിട്ട് പിള്ളേർ ജീപ്പ് വീട്ടിലില്ല. ഇല്ല, പക്ഷെ കുതിരനെ ഇന്നലെ ഹാഫ് ആൻ അവർ ഓടിച്ചില്ലേ. ഇത് ATV ആണ് കുഞ്ഞി, വലിയ. ഞങ്ങളങ്ങനെ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇനി അമ്പാലേക്ക് പോവാണേ. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് പത്താൻകോട്ട് ഒരാളെ കാണാനുണ്ട്, ഒരു ഫ്രണ്ടിനെ. അപ്പോൾ ആക്ച്വലി ഇവിടുന്ന് അമ്പാലെ പോകാൻ പത്താൻകോട്ട് ടൗണിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ NH കയറിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ അമ്പാല പോയാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് പത്താൻകോട്ട് ഫ്രണ്ടിനെ കാണാനുള്ള കാരണം ഞങ്ങൾ പത്താൻകോട്ട് പോയിട്ട് അവിടെ നിന്ന് ലഞ്ചും കഴിച്ചിട്ട് അമ്പാല പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആ കുഞ്ഞു വഴിയൊക്കെ കഴിഞ്ഞിട്ട് പത്താൻകോട്ടിലേക്കുള്ള മെയിൻ റൂട്ടിലെത്തി. അപ്പം നമ്മൾ നേരെ പത്താൻകോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈവേ നമ്മൾ ശ്രീനഗർ ട്രിപ്പിൽ നമ്മൾ പോയ സെയിം ഹൈവേ ആണ്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് പുറകോട്ടാണ് അമ്പാലയ്ക്ക് ആക്ച്വലി പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ റൈറ്റ് എടുത്തിട്ട് പത്താൻകോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനി തിരിച്ച് വരണം ഇത്രയും കിലോമീറ്റർ പുറകിലോട്ട്. അപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടോ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡൽഹൌസിൽ നിന്ന് പത്താൻകോട്ടിലേക്ക് വരുന്ന വഴിക്ക് കാര്യമായിട്ട് വലിയ റെസ്റ്റോറൻറ്റ്സോ ധാബകളോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് കോൺഷ്യസ് ആയിരിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ പുറകിൽ പത്താൻകോട്ട് റെയിൽവേ സ്റ്റേഷനാണ്, കണ്ടോ? ഹനി ട്രെയിൻ നിൽക്കുന്നു, ഉണ്ടോ? ഇതോ. അങ്ങനെ ഞങ്ങൾ പത്താൻകോട്ടിൽ വന്ന കാര്യമൊക്കെ നടന്നു. ഇനി തിരിച്ച് NH44 കൂടെ അമ്പാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടിയില്ല. സമയം കുറേ അതിക്രമിച്ച് 1:30 ആയി. ഇപ്പോൾ എനിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് കരയാനൊക്കെ തുടങ്ങി. പക്ഷേ ഇനിയിപ്പോൾ ഈ ഹൈവേയിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഇപ്പോൾ റോഡ് ഇനി നല്ലതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഈ റൂട്ടിൽ ഒരു പ്രാവശ്യം വന്ന് ശീലമുള്ളത് കാരണം ഞങ്ങൾക്കറിയാം ഇത് ഹൈവേ നല്ല ഹൈവേ ആണ്. ഇനി അമ്പാല വരെയും വലിയ കുഴപ്പമില്ലാണ്ട് പോവാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ആണ് NH44, കന്യാകുമാരി ടു ശ്രീനഗർ വരെ. അങ്ങനെ ഞങ്ങൾ പത്താൻകോട്ട് നിന്നൊക്കെ കുറേ മുമ്പോട്ട് വന്ന് ഏകദേശം ഒരു 1:45 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ ഇത്തിരി അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹനി ആ സന്തോഷത്തിൽ അവിടെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വ്യൂ ഒക്കെ ഉള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ്. കണ്ടോ, നമുക്ക് ഹിമാചലത്തെ മലനിരകളൊക്കെ നല്ലോണം ആസ്വദിക്കാം ഇവിടുന്ന് സീറ്റിലിരുന്നുകൊണ്ട് തന്നെ. ചിക്കൻ ഫ്രൈഡ് റൈസ്, പട്ടിയാല ചിക്കൻ, ഒരു ലെമൺ ജ്യൂസ് പറഞ്ഞിട്ടായിരുന്നു. ഇനിയിപ്പോൾ ബട്ടർ നാനും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് വരുമായിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് ഫ്രൈഡ് റൈസ് കഴിച്ചു തുടങ്ങാം. ഓക്കെ, പട്ടിയാല ചിക്കൻ കൊള്ളാം. മുകളിൽ ഓംലെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഹനി ഇവിടെ ഒരു ബുള്ളറ്റ് ഉണ്ടത്. ആ ബുള്ളറ്റിന് മുകളിൽ കയറി ഫോട്ടോ എടുക്കണം പറഞ്ഞു. അപ്പോൾ എടുക്കാം. അങ്ങനെ യെസ്, അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇനി അമ്പാലയിലേക്ക് 238 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ വൈകിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ ഹനി? കരിമ്പ് കൊണ്ടുവന്ന വണ്ടി. ഇവിടെ എവിടെയെങ്കിലും കരിമ്പ് പാടമുണ്ടാവും. അത് പശു, അതാ പശു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ പണി കിട്ടി വണ്ടിക്ക്. വണ്ടിയിൽ നിന്ന് കൂളൻ്റ് ലീക്കാവുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായായിരുന്നേ. കാരണം ഓവർ ഹീറ്റിംഗ് കാണിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വഴിയിലൂരെടുത്ത് വണ്ടി ഒതുക്കി. അപ്പോൾ ഒതുക്കിയത് ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഇലയൊക്കെ പൊഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ജലന്ധർ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കൂളൻ്റ് ലീക്കാവുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കണമായിരുന്നു. അപ്പം ജലന്ധറിലോ ലുധിയാന എങ്ങാനും ഒരു വർക്ക്ഷോപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കിക്കൊണ്ട് വരുമായിരുന്നു. പിന്നെ ഈ റോഡൊക്കെ നമ്മൾ ഓൾറെഡി ആ ശ്രീനഗർ ട്രിപ്പിൽ കാണിച്ചതാണേ, അതുകൊണ്ട് പിന്നെയും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതിപ്പോൾ ലുധിയാന എത്താറാകുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു ശിവജീൻ്റെ വലിയ സ്റ്റാച്യു ആണിത്. ലുധിയാനയിലേക്ക് ഇവിടുന്ന് 15 കിലോമീറ്ററാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടി ലുധിയാനയിലെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, സമാധാനമായി. ഇപ്പോൾ വഴിയിലൊരിടത്ത് ചെറിയ ബ്രേക്ക് എടുത്തു.
എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് അത്യാവശ്യമായി ഒന്ന് ഫിംഗർ ലിക്കിംഗ് ഫുഡ്. ചെറിയ ബ്രേക്ക്, സ്മോൾ ബ്രേക്ക്, ക്രീക്ക് സൈഡ് വില്ലേജ്. ഇതിങ്ങനെ ഒരു കോംപ്ലക്സ് ആണ്. ബർഗർ കിങ് ഉണ്ട്, KFC ഉണ്ട്, അവിടെ മാക്ഡൊണാൾഡ്സ് ഉണ്ട്, ഹൽദിറാംസ് ഉണ്ട്. മോന്ത് ബർഗർ കിങ് അല്ലേ? ആ, മോഞ്ചിത്തൊരു ബർഗർ കിങ് ഫാനാണ്. ബർഗർ കിങ് ബർഗർ കിങ്. അവിടെ MB ചിക്കൻ ഉണ്ട്. ഇവിടെ ബർഗർ കിങ് ഇതിൽ കൂടെ ഓഫർ ഉണ്ടോക്കല. 2,479 ക്രിസ്പി വെജ്, 2,499 ക്രിസ്പി ചിക്കൻ. പിന്നെ വൂപ്പർ ഡിലക്സ് വേറെ ഉണ്ട്, പനീർ ചിക്കൻ ചീസ്. ഏതാ വേണ്ടേ ഹനി? 139 രണ്ടെണ്ണം കേട്ടോ. ബിബി കഫി. എൻ്റെ അമ്മ അച്ഛൻ്റെ നല്ല ടേസ്റ്റിയാന്ന് സെയിം അച്ഛൻ്റെ നിൻ്റെത് സെയിം ആ ഹനി. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 7:30ആയി. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് സമയം പോയി. അപ്പോൾ ഞങ്ങൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ ഒരു 8 മണിക്കെങ്കിലും അമ്പാല എത്തണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 7:30ആയി. ഇനിയും കുറച്ച് കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. അപ്പോഴത്തേക്കും നല്ല ഫോഗുമായി. അതോ ഒന്നും കാണുന്നില്ല. കൃഷ്ണാപുരപ്പ മുമ്പിലുള്ള വണ്ടീൻ്റെ ലൈറ്റ് പോലും കാണുന്നില്ലല്ലോ. മുമ്പിൽ വണ്ടി ഇല്ലേ നമ്മളെ? ആ ലോറി പോട്ടെ. അപ്പോൾ ലോറി സൈഡിൽ കൂടെ ലോറി പോകുമ്പോൾ ലോറിൻ്റെ ഹെഡ് ലൈറ്റിൽ നമുക്ക് പോവാം. അയ്യോ മുത്തപ്പ, ആ ലോറിൻ്റെ ബാരൽ ലൈറ്റ് പോയിക്കാം. ലോറിൻ്റെ ലൈറ്റിൽ നമുക്ക് പോവാം. ആ ഈ കാരണം പോയിച്ചു, അതാ നല്ലത്. കറക്റ്റ് എൻ്റെ പുറകെ നോക്കും. എല്ലാരും ആ സൈഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പോകില്ലാണ്ട് എത്താന്ന് വിചാരിച്ചതായിരുന്നു. അതാണ് ഞാൻ വിചാരിച്ചത്, പോക് വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും എത്താൻ വിചാരിച്ചു. പക്ഷെ പോക് വന്നു. ഇനിയും 45 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക്. എത്തിപ്പിക്കും, പക്ഷെ ഇത്ര ലേറ്റ് ആവുന്നേ ഇല്ലു. ഇവിടെ KFC-നൊക്കെ ബോർഡ് ഇവിടെ എത്തുമ്പോഴാണ് കാണുന്നത്. അമ്പാലയിൽ മാത്രമാണോ ഹനി KFC ഉള്ളത്? ഇത്തിരി തെളിഞ്ഞിട്ടുണ്ട്, വേഗം പോവാം. അങ്ങനെ ഫൈനലി ഞങ്ങളത് അമ്പാല സിറ്റി എത്തി. ഇനി പെട്ടെന്ന് തന്നെ അമ്പാല എത്തും. അപ്പോൾ ഞങ്ങളുടെ 4 ദിവസത്തെ ധരംശാല ഡൽഹൌസി ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹരിയാന സ്വർണ്ണദ്വാരത്തിൽ നമ്മൾ അപ്പോൾ നമ്മൾ അമ്പാല ക്യാൻഡിലേ ഹനീൻ്റെ ജഗ്ഗി സിറ്റി സെൻറ്റർ ഇതാ തിളങ്ങി നിൽക്കുന്നു. ഹനി നിനക്ക് ഈ 4 ദിവസം കറങ്ങിയിരുന്നേക്കും മതിയായില്ലേ? മതിയായില്ലേ? 5 മിനിറ്റ് ഇവിടെ കളിക്കണമെന്ന്. ഹനി ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നീയാണ്. അതെ അല്ലേ? പറയും ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്ത ആള് നീ അല്ലേ? ആ എല്ലാം ചെയ്തു. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. പുതിയ യാത്രാവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.